എന്റെ പ്രതികരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വ്യക്തമായ കാരണം ഞങ്ങൾ പോവില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കലാകുടുംബത്തിലുള്ള ആളാണ്. കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതിനായിട്ട് നോക്കിട്ടെ. കാരണം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ശശിയെ എന്നാണ് ഈ പറയുന്നത്? പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത്. പവർ ഗ്രൂപ്പ് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഏത് പവർ ഗ്രൂപ്പ്? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പവറൊന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് ഒന്നും നിലനിൽക്കത്തില്ലെന്ന്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റാണ്. നായിക കൂടിയാണ് അഭിനയിച്ചിരിക്കുന്നത് കഥാപാത്രമാണ്. നായിക എന്റെ ഭാര്യയാണ്. നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത്, പുല്ല് വില. പുതിയൊരു നായികയാണ്. ഓ, എന്ത് വളച്ചങ്ങ്. മുകേഷുമായി വിവാഹമോചനത്തിന് നോട്ടീസ് നൽകിയെന്ന് സ്ഥിരീകരിച്ച് മേതിൽ ദേവിക. കാരണങ്ങൾ വ്യക്തിപരമാണ്, പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഗൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നായിക എന്റെ ഭാര്യയാണ്. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞു കയറി വന്നേക്കുന്ന അങ്ങോട്ട് അവനെനിക്ക് ഇഷ്ടമല്ല. അവന് അതുകൊണ്ടല്ലേ ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ വന്നത്. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അന്തസ് വേണം മനുഷ്യനായി കഴിഞ്ഞാൽ. എനിക്കെന്തിന്റെ കേടായിരുന്നു? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.